നമസ്കാരം. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോസിലും നമ്മൾ ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂ ചെയ്തത് എങ്ങനെ റിഡംഷൻ നടത്തണം, റിഡീം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഒരു 6 പോയിൻറ്റുകൾ, 6 തരത്തിൽ, 6 കണ്ടീഷനുകളിലാണ് ഡിബഞ്ചറുകളുടെ റിഡംഷൻ നടക്കേണ്ടത് എന്നുള്ളത് ജേണൽ എൻട്രിയിലൂടെ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ്, ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിസ്കൗണ്ടിൽ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് നമ്മൾക്കറിയാം. ഇഫ് ദ ഇഷ്യൂ പ്രൈസ് ഈസ് ലെസ് ദാൻ ഇറ്റ്സ് ഫേസ് വാല്യൂ ഓർ പാർ വാല്യൂ ഈസ് കോൾഡ് issued at a discount. If a debenture is value of rupees 100 is issuing at a 10% discount, that means the issue is made at rupees 90. 100 രൂപയുടെ 10% ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഇഷ്യൂ നടക്കുന്നത് 90 രൂപയ്ക്കാണ്, 90 റുപ്പീസിനാണ്. ഇതിൽ ക്ലിയർ ആയിരിക്കും കാര്യം. ഒരു 6% ഡിബഞ്ചേഴ്സ്, 6% ഡിബഞ്ചേഴ്സ് 1000 6% ഡിബഞ്ചേഴ്സ് ആണെന്ന് കരുതുക. 1000 6% ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ഡിബഞ്ചേഴ്സ് ഓഫ് 100 റുപ്പീസ്, 100 രൂപ വിലയുള്ള 1000 6% ഡിബഞ്ചേഴ്സ്. ആ ടേമുകളെല്ലാം നമുക്ക് പരിചയമായിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. 6% debentures means in this condition debenture holders are to be received 6% of their interest. So 6% debentures, 1000 6% debentures 100 രൂപ വിലയുള്ളത് issued at 10% discount എന്നാണെങ്കിൽ, 10% 10% ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 100 രൂപയുടെ 10% 10 രൂപയാണ്. അപ്പോൾ ഇഷ്യൂ നടക്കുന്നത് 90 രൂപയ്ക്കായിരിക്കും എന്നാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഒരു ബേസിക് കൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞ കേസാണ്. ഇവിടെ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഈ 10 രൂപ എന്ന് പറയുന്നത് ആക്ച്വലി അവർക്ക് കിട്ടേണ്ടതാണ്, ഫേസ് വാല്യൂ ആണ്, ഒറിജിനൽ വാല്യൂ ആണ് 100 രൂപ. അതിൽ 10 രൂപ ഡിസ്കൗണ്ട് സാക്രിഫൈസ് ചെയ്തിട്ടാണ്, ഡിസ്കൗണ്ട് സഹിച്ചിട്ടാണ് അവർ ഇഷ്യൂ നടത്തുന്നത് എങ്കിൽ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഈ 10 റുപ്പീസ് ഫേസ് വാല്യൂം ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത എമൗണ്ടും തമ്മിലുള്ള റുപ്പീസ് ഡിഫറൻസ് ആയ 10 രൂപ എന്നുള്ളത് ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ലോസ്. അതുകൊണ്ടാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്നുള്ളതിന് പുറമെ ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇൻ അനദർ വേ, അക്കോർഡിംഗ് ടു കമ്പനി, this discount amount is a loss at the time of discount. That is why this is also termed as loss on issue of debentures. അതിനെ ഡിസ്കൗണ്ട് എന്നും പറയാം. ഡിസ്കൗണ്ട് തന്നെയാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ഈ ഇഷ്യൂ നടത്തിയ സമയത്തുള്ള ലോസ്, ഓക്കെ, ആ ടോപ്പിക്ക് ക്ലിയർ ആണല്ലോ അല്ലേ? ആ ലോസ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം? സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവിക്കുന്ന ലോസുകൾ, അങ്ങനെ സംഭവിക്കുന്ന ചെലവുകൾ, ക്യാപിറ്റൽ ലോസുകൾ, കമ്പനിയുടെ ഫോർമേഷൻ്റെ സമയത്ത് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററുകളിലൊക്കെ, സെക്കൻഡ് സെമസ്റ്ററിൽ കമ്പനീസിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഇഷ്യൂ ഓഫ് ഷെയർസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ പഠിക്കുമ്പോൾ ആ ഇഷ്യൂ ചെയ്ത ഡിസ്കൗണ്ട് നഷ്ടം എന്നുള്ളത് എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ആ നഷ്ടം, ആ ഡിസ്കൗണ്ടിനെ റൈറ്റ് ഓഫ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതൊന്നും കൂടെ റിവൈൻഡ് ചെയ്യുക. മറ്റൊരു കാര്യം, ഇൻകോർപ്പറേഷൻ്റെ സമയത്ത് സ്ഥാപനത്തിന് സംഭവിക്കുന്ന ഒരു എക്സ്പെൻസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് കോൾഡ് പ്രിലിമിനറി എക്സ്പെൻസസ്. ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് ഇൻകോർപ്പറേഷൻ, ആ സമയത്ത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ, സ്ഥാപനത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടക്കുന്നതിനേക്കാൾ മുന്നേ കമ്പനിയുടെ രജിസ്ട്രേഷൻ പോലെയുള്ള പ്രോസസ്സുകൾക്ക് വേണ്ടി തുടക്ക സമയത്ത് പ്രാരംഭഘട്ടങ്ങളിൽ സംഭവിക്കുന്ന എക്സ്പെൻസിനെയാണ് പ്രിലിമിനറി എക്സ്പെൻസസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ആ പ്രിലിമിനറി എക്സ്പെൻസസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന വർഷങ്ങളിൽ വർഷാവർഷം ഒരു പോർഷൻ കുറേശ്ശെ ആയിട്ട് കുറച്ച് ഭാഗങ്ങളായിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് കാണിക്കുക ചെയ്യാറ്. ആ ട്രീറ്റ്മെൻറ്റുകളൊക്കെ കഴിഞ്ഞ സെമസ്റ്ററുകളിലെ ഒരു ടോപ്പിക്കാണ്, ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതെന്താണ് അതിൻ്റെ ആ ഒരു സെൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെയുള്ള സ്ഥാപനത്തിൻ്റെ പ്രിലിമിനറി എക്സ്പെൻസുകൾ കമ്പനി ക്യാൻ റൈറ്റ് ഓഫ് യൂസിങ് ദയർ പ്രോഫിറ്റ്സ്. ലാഭം സംഭവിക്കുന്ന വർഷങ്ങളിൽ അത് പാർട്ടിലി ആയിട്ടോ ഓർ കംപ്ലീറ്റ്ലി കംപ്ലീറ്റ് ആയിട്ടോ റൈറ്റ് ഓഫ് ചെയ്ത് അങ്ങനെ ഒരു നഷ്ടത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രിലിമിനറി എക്സ്പെൻസ്, സാധാരണ അതൊരു അസറ്റായിട്ടാണ് കണക്കാക്കുക. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ അസറ്റ് സൈഡിലാണ് പ്രിലിമിനറി എക്സ്പെൻസസ് നമ്മൾ കാണിക്കാറ്. അതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ, സ്ഥാപനത്തിൻ്റെ തുടക്ക സമയത്ത് നമുക്ക് സംഭവിച്ച നഷ്ടം, നമുക്ക് സംഭവിച്ച എക്സ്പെൻസുകൾ സ്ഥാപനത്തിനെ സംബന്ധിച്ച് പിന്നീടുള്ള വർഷങ്ങളിൽ സംഭവിക്കുന്ന ലാഭം ഉപയോഗിച്ച് അത് ഇല്ലാതാക്കുന്ന പ്രൊസീജിയറാണ്. അങ്ങനെ ഇല്ലാതാക്കുക എന്നുള്ളതിന് ഉപയോഗിക്കുന്നൊരു വാക്കാണ് റൈറ്റ് ഓഫ് ചെയ്യുക, എഴുതി തള്ളുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫൈനൽ അക്കൗണ്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പരിചയമായിട്ടുള്ള ഒരു ടോപ്പിക്കാണത്, റൈറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ്. Preliminary expenses written off half the amount of preliminary expenses written off or 1/5 of the preliminary expenses written off during the year. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതേ സെൻസ് തന്നെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് എ ക്യാപിറ്റൽ ലോസ്. ഇറ്റ് ഈസ് ടു ബി റിട്ടേൺ ഓഫ് ഇൻ ദ കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ഓർ ഇൻ ദ ലൈഫ് ടൈം ഓഫ് എ ഡിബഞ്ചർ. അപ്പോൾ നമ്മളിവിടെ വി ആർ ഡിസ്കസിങ് ഹിയർ വാട്ട് ടൈപ്പ് ഓഫ് ഡിബഞ്ചർ? It is redeemable debentures. Okay, redeemable debentures are redeemed after a speculated time or a fixed time. That is the lifetime. If a company issued 1,006% debentures in the year 2010, it is to be written off in 2015. That means the lifetime of the debentures is 5 years. So during the 5 years, the amount of loss on issue of debentures can be written off in different ways. ഓക്കെ, അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത സമയം മുതൽ ഡിബഞ്ചറിൻ്റെ റിഡംഷൻ നടക്കുന്നത് വരെ ഉള്ള ആ ഒരു പീരീഡിനെയാണ് ഡിബഞ്ചറിൻ്റെ ലൈഫ് ടൈം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ലൈഫ് ടൈമിൻ്റെ ഉള്ളിൽ ഈ സംഭവിച്ച ലോസ് അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത സമയത്തുള്ള ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യും, എഴുതി തള്ളും. ഓക്കെ, അതിന് 2-3 രീതികളുണ്ട്. ഒന്നാമത്തത് കമ്പനീസ് ക്യാൻ യൂസ് ദെയർ സെക്യൂരിറ്റീസ് പ്രീമിയം ടു റിട്ടേൺ ഓഫ് ദ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ ഡിസ്കൗണ്ട് എമൗണ്ട്. വാട്ട് ഈസ് സെക്യൂരിറ്റീസ് പ്രീമിയം? When the debentures or shares are issued at a price higher the value of its face value is called issued at a premium. The excess of face value is premium amount. Premium amount is to be transferred to a separate account called securities premium. Okay, അങ്ങനെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ ഇരിക്കുന്ന ബാലൻസ്, കമ്പനിയുടെ ഇഷ്യൂ ഷെയറുകളാണെങ്കിലും ഡിബഞ്ചറുകളാണെങ്കിലും ഇഷ്യൂസ് നടക്കുന്നത് പ്രീമിയത്തിലാണെങ്കിൽ എക്സസ് ദ എമൗണ്ട് ഓഫ് ഇറ്റ്സ് ഫേസ് വാല്യൂ, ദാറ്റ് ഈസ് പ്രീമിയത്തിലാണ് ഇഷ്യൂ നടക്കുന്നത് എങ്കിൽ ആ എക്സസ് എമൗണ്ട് സെപ്പറേറ്റ് നമ്മളൊരു അക്കൗണ്ടിലാണ് ട്രീറ്റ് ചെയ്ത് പോരുന്നത്. ദാറ്റ് അക്കൗണ്ട് ഈസ് കോൾഡ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ഓക്കെ, ഇപ്പോൾ ഡിബഞ്ചറിൻ്റെ ഡിസ്കൗണ്ട് എന്നുള്ളത് നമ്മളിവിടെ ക്യാപിറ്റൽ ലോസ് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണല്ലോ പ്രീമിയം എന്ന് പറയുന്നത്. സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപിറ്റൽ ഗെയിൻ ആണത് സെക്യൂരിറ്റീസ് പ്രീമിയം. ആ സെക്യൂരിറ്റീസ് പ്രീമിയം എന്നുള്ള അക്കൗണ്ടിലിരിക്കുന്ന ബാലൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഏത് കാര്യങ്ങൾ? ഇവിടെ പറഞ്ഞ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാൻ, അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് റൈറ്റ് ഓഫ് ചെയ്യാൻ, എഴുതി തള്ളുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ബാലൻസ് അവിടെ ഇല്ലാതാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കേണ്ടത്, ഒന്നുകൂടെ പറയുന്നത്, 1000 ഡിബഞ്ചറുകളുടെ ഇഷ്യൂ പ്രൈസ് 90 അപ്പോൾ അവിടുത്തെ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് 10 രൂപയാണെങ്കിൽ 1000 ഡിബഞ്ചറുകൾ ഇൻറ്റു 10 രൂപ എന്നുള്ള 10,000 റുപ്പീസ് ആണല്ലോ അവിടുത്തെ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട്. അപ്പോൾ ഈ 10,000 10,000 എന്ന് പറയുന്നത് ഈസ് എ ക്യാപിറ്റൽ ലോസ് ടു ദ കമ്പനിക്കൊരു ക്യാപിറ്റൽ ലോസ് ആണ്.
ഇതിൻ്റെ മുന്നുള്ള സമയങ്ങളിലോ അതല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊസീജിയറുകൾക്കനുസരിച്ചിട്ട് ഇഷ്യൂവിൻ്റെ പ്രൊസീജിയറുകളോ മറ്റോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിൽ ഏതെങ്കിലും സമയത്ത് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തത് സെക്യൂരിറ്റീസ് പ്രീമിയം എന്നുള്ള അക്കൗണ്ടിൽ ഒരു ബാലൻസ് ഇരിക്കുന്നുണ്ടാവും. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ ഇരിക്കുന്നുണ്ടാവും. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എപ്പോഴും നമ്മൾ ക്രെഡിറ്റ് ചെയ്യാറ്, ഓർമ്മയുണ്ടാവും. നേരത്തെ നമ്മൾ റിഡംഷൻ പറയുമ്പോഴും സെക്യൂരിറ്റി പ്രീമിയത്തിൻ്റെ ഇഷ്യൂ നടക്കുമ്പോഴൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റീസ് പ്രീമിയം ഈസ് എ ക്രെഡിറ്റ് ബാലൻസ് ടു ദ കമ്പനി ഓർ ഇറ്റ് ഈസ് എ ഗെയിൻ ടു ദ കമ്പനി. ഓക്കെ, എൻട്രി ഓർമ്മ ഉണ്ടാവും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഡിബഞ്ചറുകൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം, അങ്ങനെ ഒരു എൻട്രി ഉണ്ടായിരുന്നു ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ളത്, മുന്നേ ഉള്ളതാണ് ഇഷ്യൂ ചെയ്യണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് ക്രെഡിറ്റ് ചെയ്ത ബാലൻസ് മുന്നേ പല തവണകളായിട്ട് ചെയ്തത് ചിലപ്പോൾ ഒരു 15,000 രൂപ ഡിബഞ്ചറുകൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ സ്ഥാപനത്തിന് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 15,000 ഈസ് ടു ബി ഷോൺ ഇൻ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ആ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഉപയോഗപ്പെടുത്താവുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ട്. അതിലൊരു സാഹചര്യമാണ് ടു റൈറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സംഭവിച്ചിട്ടുള്ള ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെക്യൂരിറ്റി പ്രീമിയത്തിലിരിക്കുന്ന ബാലൻസ് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ. നമുക്ക് ആ സിറ്റുവേഷനെ കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചാൽ മതി, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ, തുടർന്ന് വരാം നമുക്ക്. ഇപ്പോൾ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഡിബഞ്ചറുകൾ ലോസിൽ ഇഷ്യൂ ചെയ്തത് എങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യും, എങ്ങനെ ആ അക്കൗണ്ട് അവിടെ ഇല്ലാതാക്കും. അതില്ലാതാക്കണമെങ്കിൽ ഒരു സബ്സിക്വൻറ്റ് ഡെബിറ്റ്, ഒരു ക്രെഡിറ്റ് ബാലൻസ് ഒരു ബാലൻസ് അവിടെ ഉണ്ടായിരിക്കണം. ഡിബഞ്ചറുകളുടെ ഇഷ്യൂ നടത്തുമ്പോൾ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്നുള്ളത് ഒരു ഡെബിറ്റ് ബാലൻസ് ആണ്, ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു ലോസ് ബാലൻസ് ആയിട്ട് ഒരു ലോസ് ആയിട്ട് ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ എൻട്രിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. ഇഫ് ദ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ഓർ ഇഫ് ദ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, വാട്ട് ഈസ് ദ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ്. ദാറ്റ് മീൻസ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ഇൻ ദിസ് കേസ്. ഓക്കെ, സോ അങ്ങനെയുള്ള ആ ഡെബിറ്റ് ബാലൻസിന് അവിടെ ഇല്ലാതാക്കണമെങ്കിൽ മറ്റൊരു ക്രെഡിറ്റ് ബാലൻസ് കൊണ്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സെൻസ്, അതൊരു ബേസിക് കൺസെപ്റ്റാണ് അക്കൗണ്ടൻസിയുടെ, നിങ്ങൾക്ക് അറിയണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. എ ഡെബിറ്റ് ബാലൻസ് ടു ബി റൈറ്റ് ഓഫ് ഓർ ടു ബി ക്യാൻസൽഡ് ബൈ എ സബ്സിക്വൻറ്റ് ക്രെഡിറ്റ് ബാലൻസ് ആൻഡ് വൈസ് വേഴ്സ. ജസ്റ്റ് ഓപ്പോസിറ്റും അങ്ങനെ തന്നെയാണ്, തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു ക്രെഡിറ്റ് ബാലൻസിനെ അവിടെ സീറോ ആക്കണമെങ്കിൽ മറ്റൊരു ഡെബിറ്റ് ബാലൻസ് വേണം, ഒരു ഡെബിറ്റ് ബാലൻസിനെ അവിടെ സീറോ ആക്കണമെങ്കിൽ മറ്റൊരു ക്രെഡിറ്റ് ബാലൻസ് വേണം. എന്ന് പറഞ്ഞാൽ ഒരു ഗെയിനാണ് നമുക്കുള്ള ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞ സെക്യൂരിറ്റി പ്രീമിയം. നമ്മുടെ പോയിന്റിലേക്ക് വരിക. ഇൻ ദിസ് കേസ് അവർ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ബാലൻസ് ഇസ് 15,000 ആൻഡ് അവർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡിബഞ്ചർ അക്കൗണ്ട് ഓർ ഇഷ്യൂ ഡിസ്കൗണ്ട് എമൗണ്ട് ഈസ് 10,000. ദാറ്റ് ഈസ് ഡെബിറ്റ് ബാലൻസ്. ഈ 10,000-നെ ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. 10,000 രൂപ നമുക്ക് നഷ്ടമുണ്ട് ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ. ആ 10,000 രൂപേനെ നികത്തണമെങ്കിൽ, മേക്കപ്പ് ചെയ്യണമെങ്കിൽ, ബാലൻസ് ചെയ്യണമെങ്കിൽ മറ്റൊരു ക്രെഡിറ്റ് ബാലൻസ് എവിടെയെങ്കിലും ഉണ്ടാവണം, മറ്റൊരു ബെനിഫിറ്റ് എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം. ആ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ആ ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ് സെക്യൂരിറ്റീസ് പ്രീമിയം. ആ സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ബാലൻസിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അവൈലബിൾ എമൗണ്ട് ഇവിടെ, സഫീഷ്യൻ്റ് എമൗണ്ട് ഇവിടെ ഉണ്ട്. 10,000 ഇവിടെ വേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ 15,000 ഉണ്ട്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ ബെനിഫിറ്റ് ഒരു 15,000 ഇരിക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിൽ 10,000 രൂപ ഒരു നഷ്ടം, ഒരു ലോസും കാണാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടും കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് രണ്ടും കൂടെ ബാലൻസ് ചെയ്തിട്ട് 15,000-ൻ്റെ ബെനിഫിറ്റിൽ നിന്ന് 10,000 രൂപ നഷ്ടം നികത്തിക്കഴിഞ്ഞാൽ, ലോസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലോസ് റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 5,000 ആണ് സെക്യൂരിറ്റി പ്രീമിയത്തിൽ ബെനിഫിറ്റായിട്ട് കാണേണ്ടതുള്ളൂ എന്ന് ഒരു കോമൺ സെൻസിൽ ചിന്തിച്ചൂടെ? അത്രേ വേണ്ടുള്ളൂ. ഓക്കെ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 15,000 രൂപ ഇവിടുത്തെ കേസിൽ ഒരു ബെനിഫിറ്റാണ്, ഒരു ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ 1000 ഡിബഞ്ചറുകളുടെ 10 രൂപ ഡിബഞ്ചറിൻ്റെ ഡിസ്കൗണ്ട് ആകുമ്പോൾ 10,000 രൂപ, 10,000 എന്ന് പറഞ്ഞതൊരു ലോസാണ്, ക്യാപിറ്റൽ ലോസാണ്. അപ്പോൾ ആ ലോസ് നേരത്തെ ഉള്ള പ്രോഫിറ്റുമായിട്ട് ബാലൻസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഡിബഞ്ചർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ ഡിസ്കൗണ്ടിനെ റൈറ്റ് ഓഫ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്
by using or by debiting securities premium account according to section 78 of the Companies Act 2013. സെക്ഷൻ 78-ലാണ് അത് പറയുന്നത്. ഈ സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിബഞ്ചറിൻ്റെ ഡിസ്കൗണ്ടിനെ റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞത്, ഒന്നാമത്തെ മെത്തേഡ് ഒന്നെഴുതി, റിട്ടേൺ ഓഫ് ബൈ യൂസിങ് സെക്യൂരിറ്റീസ് പ്രീമിയം അണ്ടർ സെക്ഷൻ 78. സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിച്ചിട്ട് ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാമെന്ന്. രണ്ടാമത്തത് റിട്ടേൺ ഓഫ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് അതിനെ റൈറ്റ് ഓഫ് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ട്, സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ട്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണല്ലോ അത് വരിക. പ്രോഫിറ്റിൻ്റെ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. ആ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ട് ഡിസ്കൗണ്ടിനെ റൈറ്റ് ഓഫ് ചെയ്യുന്നതാണ്. അതിൽ രണ്ട് സബ് പോയിന്റുകൾ പറയുന്നു. ഒന്ന് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, മറ്റൊന്ന് വാരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് റൈറ്റ് ഓഫ് ചെയ്യുന്ന രണ്ട് മെത്തേഡുകൾ, ഒന്ന് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും മറ്റൊന്ന് വാരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. എന്താണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എ ഫിക്സഡ് എമൗണ്ട് ഈസ് ടു ബി സെറ്റിൽഡ് ഓർ റിട്ടേൺ ഓഫ് ബൈ ഇയർ. വർഷം തോറും ഫിക്സഡ് എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്ത് പോരുന്ന അവസ്ഥ. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിളിൽ കൂടെ തന്നെ പോവുക. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 10,000 രൂപയാണ് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞു. 10,000 രൂപയാണ് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞു. അതായത് 1,006% ഡിബഞ്ചേഴ്സ് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് 10 രൂപ പ്രകാരം ടോട്ടൽ ഡിസ്കൗണ്ട് 10,000 ആണ്. അത് 5 വർഷം കൊണ്ടാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് എങ്കിൽ, 5 വർഷം ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലാണ് റൈറ്റ് ഓഫ് നടത്തുന്നത് എങ്കിൽ, എല്ലാ വർഷവും ഓരോ വർഷവും 2,000 രൂപ വീതമായിരിക്കും അതിന് റൈറ്റ് ഓഫ് ചെയ്ത് പോകേണ്ടി വരിക. ആണല്ലോ. 10,000 രൂപേനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 വർഷമാണല്ലോ ഉള്ളത്. അപ്പോൾ 5 വർഷം കൊണ്ട് 10,000 രൂപ എന്ന് പറയുന്ന ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ഓരോ വർഷവും എത്ര രൂപ വീതം കൊടുക്കേണ്ടി വരും, റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും? 10,000 രൂപേനെ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റുകളാക്കുമ്പോൾ 2,000 രൂപ വീതം റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. അതെങ്ങനെ നമുക്ക് ലെഡ്ജറായിട്ട് ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഡിബഞ്ചറുകളുടെ 1000 ഡിബഞ്ചറുകളുടെ ഇഷ്യൂ 10% ഡിസ്കൗണ്ടിൽ നടക്കുമ്പോൾ 100 രൂപയുടെ 10% 10 രൂപ. അത് പ്രകാരം 10 രൂപ ഇൻറ്റു 1000 ഡിബഞ്ചറിൻ്റെ ഡിസ്കൗണ്ടാണ് 10,000 രൂപ. ആ 10,000 രൂപ വെച്ചിട്ടാണ് നമ്മളിവിടെ ഒരു ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ അക്കൗണ്ട് നമ്മളിവിടെ തയ്യാറാക്കുന്നു. ഒന്നാമത്തെ വർഷത്തിൽ ഡിബഞ്ചർ അക്കൗണ്ടിൽ നിന്ന് ഡിസ്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുള്ള 10,000 ഡെബിറ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണാം. പിന്നെ എല്ലാ വർഷങ്ങളിലും 2,000 റുപ്പീസ് വെച്ചാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൂടെ ഇവിടെ ഡിസ്ചാർജ് ചെയ്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്ത് കാണിക്കുന്നത്. എല്ലാ വർഷത്തിലും 2,000 രൂപ വീതം ക്രെഡിറ്റ് ചെയ്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്തത് റൈറ്റ് ഓഫ് ചെയ്തത് നിങ്ങൾക്ക് കാണാം. ആദ്യം 10,000 ബാലൻസിൽ 2,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ബാലൻസ് 8,000 അത് സെക്കൻഡ് ഇയറിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്ത് കാണിച്ചു. പിന്നീട് സെക്കൻഡ് ഇയറിലും 2,000 തന്നെയാണ് അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളത്. ഇതേ പ്രോസസ്സ് 5 വർഷത്തിൽ തുടർച്ചയായി ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതേ പ്രോസസ്സ് 5 വർഷം ചെയ്തിരിക്കുകയാണ്. പിന്നീട് 8,000 ബാലൻസ് 2,000 ക്ലോസ് ചെയ്തു, വീണ്ടും 6,000 ബ്രോഡ് ഡൗൺ ചെയ്തു കാണിച്ചു, ഓപ്പൺ ചെയ്ത് കാണിച്ചു. പിന്നെ അതിന് വീണ്ടും 2,000. അങ്ങനെ 5 വർഷം കഴിയുമ്പോൾ ഏറ്റവും അവസാനത്തെ വർഷത്തിൽ 2,000 രൂപ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതിനെ ക്ലോസ് ചെയ്ത് കാണിക്കുകയും ചെയ്തു. അത്രയാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ മെത്തേഡ് വാരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. വാരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് വിൽ വാരി ഓർ ഇറ്റ് വിൽ ഫ്ലക്ച്വേറ്റ് ഇയർ ബൈ ഇയർ. ഓരോ വർഷവും വ്യത്യസ്ത എമൗണ്ടുകളായിരിക്കും ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരിക. നേരത്തെ നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റാണ് പറഞ്ഞത്, പ്രോബ്ലത്തിൽ കൂടെ ലെഡ്ജറിൽ കൂടെ ചെയ്തത്. ഇനി അതേ ക്വസ്റ്റ്യൻ തന്നെ, അതേ കാര്യം തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുത്താൽ 1,006% ഡിബഞ്ചേഴ്സ് അറ്റ് 100 റുപ്പീസ് ഇഷ്യൂഡ് അറ്റ് 10% ഡിസ്കൗണ്ട്. ഇവിടെ 1,006% ഡിബഞ്ചേഴ്സ് 100 രൂപ വിലയുള്ളത് 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ആ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് നമുക്ക് വേണ്ടത്
നമുക്ക് പറയണത് പിന്നെ റിഡംഷൻ ഇൻ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇവിടെ ടോട്ടൽ ഫേസ് വാല്യൂ വരുന്നുണ്ടാവുക 1000 ഷെയറുകളുടെ 100 രൂപയുള്ള ഷെയറിൻ്റെ വിലയുള്ളത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു. ഓക്കെ, അപ്പോൾ 1 ലക്ഷം രൂപ ഫേസ് വാല്യൂ ഉള്ളത്, 1 ലക്ഷം രൂപ ഫേസ് വാല്യൂ ഇതിൻ്റെ ടോട്ടലാണ് 1 ലക്ഷം രൂപ വരുന്നത്. ഈ 1 ലക്ഷം രൂപേനെ റിഡംഷൻ നടത്തുന്നത് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം 20,000 ഈച്ച്. ഓരോ വർഷവും 20,000 20,000 രൂപയായിരിക്കും റിഡംഷൻ നടത്തുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ നോക്കുക 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് 20,000 ഇൻറ്റു 5 20,000 ഇൻറ്റു 5 ആണല്ലോ 1 lakh rupees അതിൻ്റെ ഫേസ് വാല്യൂ വരിക. അതേ 1 lakhൻ്റെ 10% അല്ലേ ഒരർത്ഥത്തിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞത്. 100 രൂപയുടെ 10% 10 രൂപ, 10 രൂപ ഇൻറ്റു 1000 ഡിബഞ്ചറുകൾ 10,000 രൂപ. ഓക്കെ, അത് ഇങ്ങനെയും പറഞ്ഞുവിടാം നമുക്ക്. ഫേസ് വാല്യൂ 1 ലക്ഷം രൂപയുടെ 10% തന്നെയല്ലേ ഡിസ്കൗണ്ടും വരിക. 1 ലക്ഷം രൂപയാണ് ഫേസ് വാല്യൂ. ആ 1 ലക്ഷം രൂപയുടെ 10% 10,000 10,000 രൂപയാണ് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട്. നമ്മൾ ഡിസ്കൗണ്ടിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിസ്കൗണ്ട് നമുക്ക് ചിന്തിക്കേണ്ടത്. അപ്പോൾ ആ ഡിസ്കൗണ്ട് എങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യണം? ഇവിടെ വാരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ഒരു റേഷ്യോ നമ്മൾ കണ്ടെത്തുകയാണ്. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസുകളുടെ റേഷ്യോ കണ്ടെത്തുകയാണ്. എങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കണ്ടെത്തുക? നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഹിൻഡ് എന്താ, ക്വസ്റ്റ്യനിലുള്ള ക്ലൂ എന്താ? ദ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് അറ്റ് 20,000 ഇൻ 5 ഇൻസ്റ്റാൾമെൻറ്റ്സ്. 5 ഇൻസ്റ്റാൾമെൻറ്റുകളിൽ 20,000 രൂപ വീതമാണ് അടയ്ക്കേണ്ടത്, തിരിച്ചടയ്ക്കേണ്ടത്, റിഡംഷൻ നടത്തേണ്ടത്. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ ഫസ്റ്റ് ഇയറിൽ 1 ലക്ഷം രൂപയല്ലേ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഉണ്ടാവുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞു 2010 ഇഷ്യൂ ചെയ്തു. 2010 മുതൽ 2011 2012 2013 2014 2015 ഈ 5 വർഷം 20,000 രൂപ വീതം 20,000 റുപ്പീസ് വീതം റിഡംഷൻ നടത്തുമ്പോൾ ആദ്യത്തെ വർഷം ക്ലോസിംഗ് ഡേറ്റിൽ ഒന്നും കൊടുത്തിട്ടില്ല. 1 ലക്ഷം തന്നെ കൊടുക്കേണ്ട സമയമാണ്. 1 ലക്ഷം തന്നെ ഉണ്ട് അവിടെ. ഓക്കെ, 1 ലക്ഷം തന്നെ ഉണ്ട് അവിടെ. 1 ലക്ഷം 2011 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. 1 ലക്ഷം രൂപ തന്നെയല്ലേ കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷനാണ് ഇൻട്രസ്റ്റ്, ഒരു എന്താ പറയുക, ഡിസ്കൗണ്ടായിട്ട് കണക്കാക്കുക. ഡിസ്കൗണ്ട് കണക്കാക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഇയർ ആകുമ്പോൾ 1 ലക്ഷം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വർഷം കൊടുക്കുമ്പോൾ ഇനി 20,000 കൊടുത്തിട്ടുണ്ടാവുമല്ലോ. 1 ലക്ഷത്തിലെ 20,000 കൊടുത്തു. ഇനി അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എത്രയുണ്ടാവുക? 80,000. തേർഡ് ഇയറിൽ, ഇവിടെ തേർഡ് ഇയർ ആണ്. തേർഡ് ഇയറിൽ 20,000 കൊടുത്താൽ ബാക്കി 60,000 ഉണ്ടായിരിക്കും. ഫോർത്ത് ഇയറിൽ തേർഡ് ഇയറിൽ 20,000 കൊടുത്താൽ ബാക്കി 40,000 ഉണ്ടായിരിക്കും. ആൻഡ് ലാസ്റ്റ് ഇയറിൽ 20,000 ഉണ്ടായിരിക്കും. ആ കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ഓരോ വർഷത്തിലുമാണ് ഡിബഞ്ചറിൻ്റെ റിഡംഷൻ നടത്തുന്നത്. 20,000 രൂപ വീതം 20,000 റുപ്പീസാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് എങ്കിൽ 5 വർഷം കഴിയുമ്പോഴല്ലേ എല്ലാ പൈസയുടെയും സെറ്റിൽമെൻറ്റ് അവസാനിക്കുക. ആദ്യത്തെ വർഷം 20,000 സെറ്റിൽ ചെയ്തു. രണ്ടാമത്തെ വർഷം 20 40 സെറ്റിൽ ചെയ്തു. മൂന്നാമത്തെ വർഷം +20 60 സെറ്റിൽ ചെയ്തു. നാലാമത്തെ വർഷം 80 സെറ്റിൽ ചെയ്തു. അവസാനത്തെ വർഷം 1 ലക്ഷം സെറ്റിൽ ചെയ്തു. ഓക്കെ, ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ്. കൊടുക്കാൻ ബാക്കിയുള്ളത് ഒന്നാമത്തെ വർഷം അവസാനിക്കുമ്പോൾ 1 ലക്ഷം തന്നെയാണ്. അതിൽ 20,000 കൊടുത്തു, ആ വർഷം കൊടുത്തു. രണ്ടാമത്തെ വർഷം അവസാനിക്കുമ്പോൾ 20,000 കൊടുത്താൽ ബാക്കി കൊടുക്കാൻ ബാക്കിയുള്ളത് 80,000 ആണ്. അതിൽ 20,000 കൊടുത്തു. കൊടുത്തതിനെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ആ പോയിന്റ് മനസ്സിലാക്കുക. ഓക്കെ, രണ്ടാമത്തെ വർഷം 20,000 കൊടുത്തു. അപ്പോൾ 40 കൊടുത്തു മൊത്തം. ഇനി കൊടുക്കാൻ ബാക്കിയുള്ളത് അതാണ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. കൊടുക്കാൻ ബാക്കിയുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. ക്ലിയർ? അപ്പോൾ 40 കൊടുത്തു ഇപ്പോൾ 2 വർഷമായിട്ട്. മൂന്നാമത്തെ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എത്ര കൊടുക്കാൻ ബാക്കിയുള്ളത്? 60,000. അതിൽ ആ മൂന്നാമത്തെ വർഷം തന്നെ എത്ര കൊടുത്തിട്ടുണ്ടാവും? റിഡംഷൻ നടത്തിയിട്ടുണ്ടാവും 20,000. ബാക്കി 40,000 ആണ് ഇനി നാലാമത്തെ ഇയറിൽ ബാലൻസ് ഉള്ളത്. ഓക്കെ, വീണ്ടും 20,000 കൊടുത്തിട്ടുണ്ടായിരിക്കും. കൊടുത്തതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഞാൻ വീണ്ടും പറയുന്നു. പിന്നെ 20,000 കൊടുത്താൽ ബാക്കി ലാസ്റ്റ് ഇയറിൽ എത്ര ബാലൻസ് ഉണ്ടാവുക? 20,000 ബാലൻസ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് റിഡംഷൻ നടത്തേണ്ടതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസുകൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസുകളുടെ പ്രപ്പോർഷൻ എന്താ നോക്കണം, റേഷ്യോ എന്താ നോക്കണം. ഒന്നുമില്ല, ഇതിൽ റേഷ്യോ കണക്കാക്കുക. നമ്മൾ റേഷ്യോ കണക്കാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. കോമൺ ആയിട്ട് കാണുന്നതെല്ലാം ആദ്യം മാറ്റി ഒരു 0 കൂടെ മാറ്റാം അല്ലേ? ഓക്കെ, ഒരു 0 കൂടെ മാറ്റി. ഇനി അവിടെ ബാലൻസ് ഇൻ ഫിഗർ നമ്മളൊന്ന് ചെറുതാക്കുക, റേഷ്യോ ചെറുതാക്കുക. അതൊക്കെ പണ്ട് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റേഷ്യോ ചെറുതാക്കുമ്പോൾ ഇപ്പോൾ വരിക അവിടെ 10:8:6:4:2. വീണ്ടും കോമൺ മൾട്ടിപ്ലൈറ്റ് വീണ്ടും ചെറുതാക്കുക.
ഇതിൽ എല്ലാതും 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 5:4:3:2:1. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട 10,000 രൂപ 10,000 റുപ്പീസ് എങ്ങനെ നമ്മൾ സെറ്റിൽ ചെയ്യും, റൈറ്റ് ഓഫ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞത്. ഇൻ ദ റേഷ്യോ ഓഫ് 5:4:3:2:1. അതെങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്തു, ഈ 5:4:3:2:1 എന്നുള്ളതൊന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്കുക, മനസ്സിലാക്കുക. 5:4:3:2:1 in the basis of outstanding balance to the debenture holders, that is 10,8,642. അത് റെഡ്യൂസ് ചെയ്തതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ 5:4:3:2:1 എന്ന് പറഞ്ഞത്. ഓക്കെ, അത് ഇനി നമുക്കൊരു ലെഡ്ജറിലേക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് 10,000 ആണ്. ആ 10,000-നെ 5 ഇൻസ്റ്റാൾമെൻറ്റുകളിൽ 5:4:3:2:1 ആ റേഷ്യോ പ്രകാരം 5 ഇൻസ്റ്റാൾമെൻറ്റുകളിലേക്ക് ഡിവൈഡ് ചെയ്തതാണ് കാണിച്ചിട്ടുള്ളത്. 1-ാമത്തെ വർഷം, 2-ാമത്തെ വർഷം, 3-ാമത്തെ വർഷം, 4-5 വർഷങ്ങളിൽ കിട്ടിയിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടുകളാണ് കാണിച്ചിട്ടുള്ളത്. നമ്മളിവിടെ 5 വർഷങ്ങളിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എമൗണ്ടുകളെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തതാണ്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. 10,000 ആണ് ലോസിൻ്റെ എമൗണ്ട്, ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 10,000. ഓരോ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി ലോസ് റൈറ്റ് ഓഫ് ചെയ്ത എമൗണ്ടുകൾ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, വർക്കിംഗ് ഔട്ടായിട്ട് ചെയ്തു. ഫസ്റ്റ് ഇയറിൽ കിട്ടിയ 3,333 അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി ക്രെഡിറ്റ് ചെയ്തു. ബാലൻസ് 6,667 അത് സെക്കൻഡ് ഇയറിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്ത് കാണിച്ചു. സെക്കൻഡ് ഇയറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് 4/15 പ്രകാരം 2,667 ആണ്. അതിനെ ക്ലോസ് ചെയ്തു, ബാലൻസ് 4,000 ഓപ്പൺ ചെയ്തു. പിന്നെ വീണ്ടും തേർഡ് ഇയറിൽ നമുക്ക് കിട്ടിയിരുന്നത് 2,000 ആണ്. അതിനെ ബാലൻസ് ചെയ്തു, വീണ്ടും 2,000 ബാലൻസ് കിട്ടി. ഫോർത്ത് ഇയറിലേക്ക് ഓപ്പൺ ചെയ്തു. ഫോർത്ത് ഇയറിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൂടെ മാറ്റാനുള്ളത് 1,333 ആണ്. അതിനെ ബാലൻസ് ചെയ്തു, 6,667 ആണ് പിന്നെ കിട്ടിയത്. അത് ലാസ്റ്റത്തെ ഇയറിലേക്ക് മാറ്റി കാണിച്ചു. ലാസ്റ്റ് ഫിഫ്ത്ത് ഇയറിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് 667 കാണിച്ചു. അത് തന്നെയാണ് നമുക്ക് ലാസ്റ്റ് 1/15 പ്രകാരം കിട്ടിയത്. 10,000-നെ 1/15 പ്രകാരം കിട്ടിയ 667 കൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റൈറ്റ് ഓഫ് ചെയ്തപ്പോൾ അവിടെ ബാലൻസിങ് ഫിഗർ ഇല്ല, 0 ആയി. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വലായിട്ട് വന്നു അവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ വാരിയബിൾ മെത്തേഡ് പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ടുകൾ 5:4:3:2:1 എന്നുള്ള റേഷ്യോയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിബഞ്ചറുകളുടെ ഡിസ്കൗണ്ടിനെ റൈറ്റ് ഓഫ് ചെയ്യുന്ന മെത്തേഡുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. So the treatment of debentures, discount on debentures is settled by debiting securities premium account is the first one, and another one it is discharged or it is settled or it is written off against profit and loss account. In writing off using profit and loss account there are two methods. First one fixed installment method and other one is variable installment method. In fixed installment method, a fixed amount is written off year by year during the lifetime of the debentures, and in variable installment method or diminishing balance method, the loss on issue of debentures or the discount amount of debentures is written off a proportionate amount on the basis of outstanding amount of the debentures amount. Clear? നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ ഡിസ്കൗണ്ടിൽ എങ്ങനെയാണ് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് എങ്ങനെയാണ് സെറ്റിൽമെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാഗങ്ങളൊന്നും കൂടെ റിവൈസ് ചെയ്യുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസൊക്കെ റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.